പരിശുദ്ധ കാവലിനെയും വിശിഷ്ട അതിഥികളെയും സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവം മലങ്കര സഭയ്ക്ക് നൽകിയ പുണ്യം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 21ാമത് മലങ്കര മെത്രാപ്പൊലീത്തയും 91ാമത് കാതോലിക്കയുമായ പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലോസ് ദ്വിതീയൻ ജനറൽ കൺവീനർ ശ്രീ CS ജോസിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കിണറ ഗായക സംഘത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ പൈതൃക തിരുമേനിയുടെ 108ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ്, നിങ്ങളെ കാണുവാനുമാണ്. അതിലൊരു ഗ്രഹാതുരത്വ ഭാവമുണ്ട്. മലങ്കര സഭയുടെ മക്കൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കടന്നു ചെല്ലാൻ അവസരം കിട്ടുമ്പോൾ അതൊരു സംഗമമാണ്, മാനസികമായ സംഗമമാണ്. മാതാപിതാക്കൾ വിദേശ രാജ്യത്തുള്ള മക്കളെ കാണുമ്പോഴും അല്പം അകലെയും അതുപോലെ തന്നെയുള്ള ദേവാലയങ്ങൾ എൻ്റെ സങ്കല്പത്തിലെ എണ്ണം അംഗസംഖ്യ കുറഞ്ഞ ദേവാലയം എപ്പോഴും സന്ദർശിക്കുന്നതാണ് ഏറ്റവും മനസ്സിന് കൂടുതൽ നമുക്ക് സന്തോഷം തരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ബലി അർപ്പിച്ചു. ഇവിടെ ഈ ചടങ്ങ് രണ്ട് ഘട്ടം പോലെയാണ് ഞാൻ പ്രോഗ്രാം വായിച്ചപ്പോൾ തോന്നിയത്. ഒന്ന് സഭയുടെ പ്രധാന മേലധ്യക്ഷന് കൊടുക്കുന്ന വരവേൽപ്പും, രണ്ടാമത്തേത് പരിശുദ്ധ നമ്മുടെ മലങ്കര സഭയുടെ ഒരു കാലഘട്ടത്തിലെ നേതൃത്വം കൊടുത്ത് രണ്ട് തലത്തിൽ ഈ സഭയ്ക്ക് അടിസ്ഥാനപരമായ ചില സന്ദേശങ്ങൾ നൽകി അതിനെ വളർത്തി വലുതാക്കിയ ഒരു പിതാവ്. അത് ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ എന്ന് പറയും. പുലിക്കോട്ടിൽ എന്നുള്ള വാക്ക് ചേർക്കുമ്പോൾ ഒന്നാമൻ എന്നും പറയും. പണ്ടൊക്കെ കുടുംബ പേര് ചേർത്ത് പറയുന്ന രീതിയുണ്ട്. വട്ടശ്ശേരി തിരുമേനി, കല്ലാശ്ശേരി ബാവാൻ, ചാത്തുരുത്തി തിരുമേനി എന്ന് പറയും. പക്ഷെ എന്നാലും പരിമള തിരുമേനി എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. പാമ്പാടി തിരുമേനി എന്നുള്ളത് അങ്ങനെയാണ്. പക്ഷെ കുടുംബപ്പേര് ഉപയോഗിക്കാറില്ല. ഇപ്പോഴാരും കുടുംബപ്പേര് അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ പഴയ പിതാക്കന്മാരുടെ പേരുകളിലൊക്കെ ആ കുടുംബപ്പേര് കൂടി ചേർത്ത് വെക്കാറുണ്ട്. അങ്ങനെ പുലിക്കോട്ട് കുടുംബത്തിലെ ഒന്നാം തിരുമേനി അപ്പൻ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെയും ഒരു പൊട്ടിക്കരച്ചിലാണ്. അത് ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീർ ചാരികളാണ് അവിടെ ഉണ്ടാകുന്നത്. എന്ന് പറയുന്നത് പോലെ ഫുജൈറ എന്ന് പറയുന്ന ഈ എമിറേറ്റ്സിലെ ഈ ഭാഗം, ഈ സ്റ്റേറ്റ് ഇവിടെ കടന്നു വന്നു. നിങ്ങളോടുകൂടെ ഒരു പകൽ സമയം ചെലവഴിക്കാൻ അവസരം കിട്ടി. അതിന് നിങ്ങളും ആഗ്രഹിച്ചു, ഞാനും ആഗ്രഹിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. ചിലപ്പോഴൊക്കെ ഇവിടെയുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അവിടേക്ക് എന്നാ വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സമയമുള്ളപ്പോൾ വരാമെന്ന് ഞാനും പറയാറുണ്ട്. അതൊക്കെ അങ്ങനെ അങ്ങ് പോകും. കാരണം ഓരോ മറ്റു ചുമതലകളും അത് അങ്ങനെയൊക്കെ മുമ്പിൽ വരുമ്പോൾ ഇത് ചിലപ്പോൾ അല്പം ക്യൂവിൽ പുറകോട്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ. നിങ്ങളിവിടെ അധ്വാനിക്കുമ്പോഴും ഞാൻ പള്ളിയിനകത്ത് പറഞ്ഞതുപോലെ ദൈവത്തെ അന്വേഷിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട്. ആരാധനയിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ ആ ആധ്യാത്മികമായ ജീവിതശൈലി കുഞ്ഞു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു. ഈ അധ്വാനത്തോടൊപ്പം ഈ തലമുറയായി പകർന്നു കൊടുക്കുന്ന ഒരു മൂല്യങ്ങളിലൊന്നാണ് ദൈവിക ഭാവം എന്ന് പറയുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്.